വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ മാതാവ് ഷെമിയുടെ ഡയറിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ഷെമിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടി. ഷഫീദ് റാവുത്തർ മറ്റു വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ഷഫീദ്. സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള സമ്മർദ്ദം അതുതന്നെയാണ് കൊലപാതകത്തിലേക്ക് കൂട്ടക്കൊലപാതകത്തിന് കാരണമായെന്നുള്ള സ്ഥിരീകരണം പോലീസിനുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ തെളിവ് ശേഖരണം ഈ രീതിയിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അഫാന്റെ പിതാവ് റഹീമ ഈ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയെ കണ്ടപ്പോൾ അടക്കം ഷെമി റഹീമിനോട് പറഞ്ഞത് തൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തൻ്റെ ഡയറിയിലുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഷെമിയുടെയും അഫാന്റെ പിതാവിൻ്റെയും കുടുംബത്തിലെ മറ്റു ചിലർക്കും ഇവർ വാങ്ങിയിട്ടുള്ള കടങ്ങൾ കുറിച്ചു വെച്ചിരുന്ന ഒരു ഡയറിയെക്കുറിച്ച് വിവരമുണ്ട്. അഫാന്റെ മൊഴിയിൽ പോലും ഇങ്ങനെ ഒരു ഡയറി ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള ഡയറിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. ആ ഡയറിയിൽ ഇവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച മുഴുവൻ വിവരവും 55 ലക്ഷം എന്നൊക്കെ വേഗമായി ചില വിവരങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എക്സാക്ട് എമൗണ്ട് സംബന്ധിച്ചൊരു വിവരം ലഭിക്കും എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവരെ നിലവിൽ കൊലപ്പെടുത്തിയ 5 പേർക്കപ്പുറം 2 പേരെ കൂടി കൊലപ്പെടുത്താൻ അഫാൻ ആലോചിച്ചിരുന്നു എന്നുള്ള വിവരം നമ്മൾ രാവിലെ പങ്കുവച്ചതാണ് സ്കെൻ. അവരെ കൊലപ്പെടുത്താനുള്ള കാരണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ബന്ധുവായിട്ടുള്ള അമ്മയും മകളും, അഫാൻ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ബന്ധുവായിട്ടുള്ള അമ്മയും മകളുടെയും പക്കൽ നിന്നും അഫാന്റെ കുടുംബം നിരവധി പണം, ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിരുന്നു. 3 ലക്ഷം രൂപയോളം പണമായും 13 പവൻ സ്വർണം അതും ഇതേപോലെ പണ്ടമായും ഒക്കെ ഇവർ വാങ്ങി അത് ഉപയോഗിച്ചിരുന്നു, അതായത് പണയം വെച്ചിരുന്നു. അത് കൂടാതെ വീണ്ടും ഒരു 5 ലക്ഷം രൂപ കൂടി ചോദിച്ച സാഹചര്യത്തിലാണ് ഇവർ കൊടുത്തില്ല. ആ സാഹചര്യത്തിൽ അഫാൻ ഇവരോട് പകയായി എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ തെളിവടക്കം കിട്ടിയിട്ടുള്ള വിവരം. ആ ബന്ധുവിൽ നിന്ന്, ഈ പറയപ്പെടുന്ന ബന്ധുവിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചിട്ടുണ്ട്. അവരെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സംശയങ്ങൾ അത് ദൂരീകരിക്കുകയാണ് പോലീസ് ലക്ഷ്യം വെക്കുന്ന കാര്യം. എസ് കെ എൻ.